ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടയത്തുള്ള ലുലു മോളിൽ പോവാണ്. പുതിയതായിട്ടൊരു ലുലു മോൾ വന്നിട്ട് പോകാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ വേറൊരു ആവശ്യത്തിന് കോട്ടയത്ത് പോയതാണ്. അപ്പോൾ ലുലു മോളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉടനെ കാറിൽ കയറി. ഒരാൾ കാറ്റടിച്ചാൽ മതി, അപ്പോൾ തന്നെ ഉറങ്ങും. അങ്ങനെ വിളിച്ചുണർത്തിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് വഴി പോകുമ്പം എപ്പോഴും ഒരു വല്ലാത്ത ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളൊരു ഫീലാണ് കിട്ടുന്നത്. പഴയ ബണ്ടും പഴയ പാലവും പുതിയ പാലവും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ യാത്രയിലെ ഇടയിലെ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നമ്മുടെ ബണ്ട് കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ ലുലു മോളിൽ എത്തിയ ശേഷമുള്ള വീഡിയോസൊക്കെയാണ്. നമ്മുടെ എൻട്രൻസ് ഇവിടെയാണ്. എൻട്രൻസ് കയറിയപ്പം തന്നെ ഭയങ്കര തിരക്ക്, പാർക്കിങ്ങിന് ഒട്ടും സ്ഥലമില്ല. അമ്മാതിരി തിരക്കായിരുന്നു. രണ്ട് സൈഡിലും പാർക്കിംഗ്, പോരാത്തതിനും ബാക്കിലും ബിൽഡിങ്ങിൻ്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ എല്ലായിടത്തും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര തിരക്കായിരുന്നു. അത് പിന്നെ എങ്ങനെ തിരക്ക് വരാതിരിക്കും? കോട്ടയത്ത് ആദ്യമായിട്ടൊരു ലുലു മോൾ വന്നതല്ലേ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ട്, നിറയെ ആൾക്കാരായിരുന്നു. ഭയങ്കര അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും തിരക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാം. കണ്ടോ, സൈഡിലൊക്കെ പാർക്കിംഗ് ആണ്, നിറയെ വണ്ടികളാണ്, എങ്ങും പാർക്ക് ചെയ്യാൻ ഇടവില്ല. അങ്ങനെ ലുലു മാളിലെത്തി. ലുലു മാൾ പാർക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഭയങ്കര തിരക്ക്. അപ്പൊ ഞങ്ങൾ അത്ര നേരം വെയിറ്റ് ചെയ്തു. ഭയങ്കര വെയിറ്റിംഗ്, ഒടുക്കത്തെ തിരക്ക്, എന്തിനാ ആൾക്കാർ, ഞങ്ങളെപ്പോലെ തന്നെ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരാൾ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. നേരെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കിൽ കൂടെ ഒരു കാർ വന്ന് ഭയങ്കര ഹോണടി. ഞാൻ പറഞ്ഞത് അപ്പുറത്തൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ എൻട്രൻസിൽ നിന്നപ്പം തന്നെ ഭയങ്കര ബഹളം. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിക് എല്ലാം കേട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം ഞങ്ങളിതേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ആ കൂടി 2 ഫ്ലോറേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഫാഷനിലേക്ക് പോവുകയാണ്. പിന്നെ ഫുഡ് കോർട്ടും ഉണ്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഇതാണ് ലുലു ഫാഷൻ. കുറേ ഐറ്റംസ് ഉണ്ട്, പിള്ളേരുടെ സെഷനും ടോയ്സും എല്ലാം ഉണ്ട്. ഒരു വീട്ടിലേക്ക് എന്തെല്ലാം വേണോ ആ എല്ലാ സംഭവങ്ങളും ലുലു ഫാഷനിലുണ്ട്. നമ്മൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കുക. ചില സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫറുണ്ട്, ചിലതിനൊന്നും വലിയ ഓഫറൊന്നുമില്ല, നോർമലി ഉള്ള റേറ്റൊക്കെ തന്നെയാണ്. അച്ചു ഇതേ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി. അച്ചുവിന് കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ എല്ലാം കൺഫ്യൂഷൻ. പിന്നെ ഈ ഒരു ബക്കറ്റിനകത്തുള്ള കുറേ ടോയ്സിലോട്ട് എടുത്ത് കയ്യെ പിടിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അത് മാറ്റി വെച്ചു. പുള്ളിക്ക് അതിൽ അതിൻ്റെ മൂഡ് പോയി. പിന്നെ പുള്ളിക്ക് വേണ്ട. ഞാനും മോനും കൂടി ഇങ്ങനെ നടക്കുക, ഓരോന്ന് നോക്കി. അവനൊരു ഫുട്ബോൾ വേണം. അപ്പോൾ സ്പോർട്സിൻ്റെ ഏരിയ എവിടെയാണെന്ന് തപ്പി നടക്കുക. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെ കറങ്ങി കാണുമ്പോൾ ദേ ഇരിക്കുന്നു ഐസ്ക്രീം. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഉടനെ ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തു. അപ്പം ഞാനോർത്ത് നല്ലതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കണ്ടതാണ് ഈ ഒരു ഗെയിമിംഗ് സെക്ഷൻ. അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ എന്തോ കാർഡോ പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ ഒരു കൊച്ചു വന്നിട്ട് ഒരു കാർഡൊക്കെ കാണിച്ചു. അപ്പോൾ ആ ഗെയിം അവിടെ സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമുണ്ട്. ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുന്നതിന് ഇങ്ങനെ തല്ലി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഓരോ സൗണ്ട് കേൾക്കും. നല്ല രസമായിരുന്നു. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗെയിമൊക്കെ നിർത്തി അവർ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീം ഇങ്ങനെ ആ മെഷീനകത്ത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ വാങ്ങി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ അത് കാണുമ്പോൾ ഭയങ്കര ക്രീമി ടെക്സ്ചറായിട്ടൊക്കെ തോന്നി. ഓരോരുത്തർക്ക് വാങ്ങിക്കൊടുത്തു. അച്ഛനും ആദ്യം കൊടുത്തു. അച്ഛനും ഇഷ്ടപ്പെട്ടു. അച്ഛനും പിന്നെ ഭയങ്കര ഫുഡി ആയതുകൊണ്ട് അവർക്ക് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടും. ഇത് പിന്നെ ഓരോരുത്തർ വാങ്ങി. എൻ്റെ മോൻ അങ്ങനെ വലിയ താല്പര്യം തോന്നിയില്ല. അവൻ ആദ്യം പറഞ്ഞു വേണ്ടെന്ന്. പക്ഷേ ഓർഡർ കൊടുത്തതുകൊണ്ട് ഒരെണ്ണം വാങ്ങി കൊടുത്തു. പിന്നെ അവൻ മടിച്ച് കഴിച്ചു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നോർമൽ ഐസ്ക്രീമിൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ല. എന്തോ ഒരു ക്രീമി, എന്തോ ഒരു സാധനം, ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയില്ല.
അങ്ങനെ 4 പേർക്കും 4 ഐസ്ക്രീം വീതം വന്നു. പക്ഷേ ഉണ്ടല്ലോ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വാങ്ങണ്ടായിരുന്നു. കാരണം ഈ സാധനം കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ. കണ്ടില്ലേ എൻ്റെ മോൻ്റെ മുഖം തന്നെ മാറിപ്പോയി. അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് ഇഷ്ടപ്പെടാതെയാണ് ഇത് വാങ്ങിയത്. പക്ഷേ കഴിച്ചു തീർത്തു. ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട്. ചുമ്മാ ഈ ചുരണ്ടി എടുക്കുന്ന ഐസ് പോലത്തെ എന്തോ ഒരു സാധനം, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കാശ് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് കഴിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ് നേരെ പോയത് ലുലു ഫാഷൻ്റെ തന്നെ ഫാൻസി ഐറ്റംസിലേക്കാണ്. ഇതേ കമ്മലുകളൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് ആണെന്നേ ഉള്ളൂ. 400, 300, 500, 600 ഒക്കെയാണ് റേറ്റ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ പ്രൈസ് ടാഗൊക്കെ നോക്കി ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, വാങ്ങുന്നവരും ഉണ്ടാവും. ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. കമ്മലുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വാങ്ങിയില്ല, കാരണം നല്ല റേറ്റ്. അത് കഴിഞ്ഞ് ഇതേ സ്പോർട്സിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അതേ ഫുട്ബോളും തപ്പി നടക്കുക. 2 കളറേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. അവസാനം അവൻ ആദ്യം ഗ്രീൻ എടുത്തു, പിന്നെ വൈറ്റ് എടുത്തു, വീണ്ടും ഗ്രീൻ എടുത്തു. അവസാനം വൈറ്റിൽ അവിടെ ഫിക്സ് ചെയ്തു. അച്ഛനപ്പോൾ സൈക്കിൾ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് സൈക്കിൾ വാങ്ങിക്കാൻ അന്നേരം അവൾ ചവിട്ടുന്ന ഒരു പ്രായമല്ലല്ലോ, അതുകൊണ്ട് സൈക്കിളൊന്നും വാങ്ങാൻ നിന്നില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക. നമ്മുടെ സെക്ഷനൊന്നും ഇവിടെ അല്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു സാധനത്തിനെ കണ്ടത്. പാണ്ട, കുഞ്ഞൊരു പാണ്ഡ, നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഒരുപാടാണ്. കിഡ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്നും അവരെ കാണിക്കാതെ മുമ്പോട്ട് പോകണം. അങ്ങനെ നമ്മൾ വാങ്ങി ട്രോളി ഒന്നും എടുക്കാതെ നമ്മൾ കെയർ ചെയ്തേ. പക്ഷേ അച്ഛന് വഴിയിൽ നിന്നൊരു ട്രോളി കിട്ടി. ആ ട്രോളി ഉന്തിക്കൊണ്ടാണ് അച്ഛൻ നടക്കുന്നത്. ബില്ലിംഗ് സെക്ഷനിൽ വന്നു. ബില്ലിംഗ് സെക്ഷനിൽ ലുലു ഫാഷനിൽ പ്രത്യേകം താഴെ സൂപ്പർ മാർക്കറ്റ് അല്ലല്ലോ, ഹൈപ്പർ മാർട്ടിന് വേറൊരു സെഷൻ, അങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ ബില്ലൊക്കെ ചെയ്തു. അങ്ങനെ ബില്ല് ചെയ്ത് വന്നപ്പോൾ ഒരു ടോയ്ക്ക് പ്രൈസ് ടാഗ് ഇല്ലാതെ അവർക്ക് ബില്ലടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് മാറ്റി വെച്ചേക്കാൻ. അതുകൊണ്ട് ആ ഒരു ടോയുടെ നമുക്കൊരു കുറവ് ചെയ്ത് കിട്ടി. അങ്ങനെ ലുലു ഫാഷൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തേക്ക് വന്നപ്പോൾ മോളിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് താഴെ നമ്മൾ സേഫായിട്ട് മാറ്റി വെക്കണം. ഇത് അവർ ഹൈപ്പർ മാർക്കറ്റിൽ വിടില്ല. അപ്പോൾ താഴെ അത് കൊടുത്തു. അതിൻ്റെ ഇതൊക്കെ വാങ്ങി, മറ്റേ കീ ഉണ്ടല്ലോ, കീ ഒക്കെ വാങ്ങി. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ട്രോളി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് അതിലിരിക്കാതെ ഒരു രക്ഷയില്ല. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. ട്രോളി കണ്ട് അവർക്ക് അതിൽ കയറിയിരിക്കണം. ഇത് കണ്ടു, ഈ അരിഷ്ടം സെക്ഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർട്ടിൽ ഈ ഒരു സെഷൻ കാണുന്നത്. ഇതിനു മുമ്പ് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴാണ് നമ്മുടെ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയത്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ മട്ടൻ്റെ പല പാർട്സാണ്, പല ബോഡി പാർട്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിന്നു. ഞാൻ ആ കൂടി ഇതിൻ്റെ മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഇതിലെല്ലാ ബോഡി പാർട്സും ഉണ്ട്. ബ്രെയിനും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ളൊരു ആടിനെ അങ്ങനെ വെച്ചിരിക്കുന്നു. തലയും കരളും ചങ്കും എന്തൊക്കെയോ സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ കഴിക്കണവരുണ്ടാവും, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ നമ്മൾ കുറച്ച് മട്ടൻ്റെ മീറ്റ്, അതായത് കറി പീസും പിന്നെ 2 ചെറിയ ലെഗ് പീസും വാങ്ങി. അത് സൂപ്പ് വയ്ക്കാനായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. ഇത് കണ്ടോ, ഗ്ലാസ്സിൽ കുറേ കളർ ഫിഷിനെ ഇട്ട് വെച്ചേക്കുന്നത്. അത് ഞാൻ വിചാരിച്ച് ജീവനില്ലാത്തായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടി നോക്കിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത് നിന്ന് ആൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊട്ടി നോക്കുന്നത് കണ്ടിട്ട്. ജീവനുള്ളതാണോ എന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി നോക്കിയതായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാവുന്ന ഭാഗത്തിനാണ് അടുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ഇതൊക്കെ ചെയ്ത് നല്ല ഭംഗി, നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ സെഷൻ ഇവിടെയാണ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ഇവിടെ മാത്രമാണ് നമുക്ക് പരിപാടിയുള്ളത്. നമുക്ക് ഇവിടെ മാത്രമാണുള്ള ആവശ്യങ്ങൾ. നമ്മൾ ഈ പിള്ളേരാണെങ്കിൽ ടോയ്സ് ഒന്നും പെറുക്കാൻ നടക്കില്ല. അപ്പം നമ്മളെന്താ, കുറേ പച്ചക്കറികൾ, കുറേ ഒന്നും വാങ്ങിയില്ല കേട്ടോ, കുറച്ച് പച്ചക്കറികൾ, കുറച്ച് ഫ്രൂട്ട്സാണ് കൂടുതലും വാങ്ങിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പെറുക്കി. അപ്പോൾ ഫോൺ ഒരാളുടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് വീഡിയോ എടുക്കുമോ, ഈ വീഡിയോക്കകത്ത് ഞാനും കൂടെ ഒന്ന് വന്നോട്ടേന്ന്. എവിടെ, ആ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? മര്യാദയ്ക്കൊരു വീഡിയോ എടുത്തിടാൻ പോലും എൻ്റെ കൂടെ ആരുമില്ല. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മുടെ അവസാനത്തെ പർച്ചേസും കഴിഞ്ഞ് ബില്ലിങ്ങും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ബില്ലിങ്ങിൻ്റെ സെക്ഷനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കുറേ ടൈം എടുത്തു ബില്ലിങ്ങിന്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും ഒടുക്കത്തെ ബ്ലോക്ക്. എന്ത് ചെയ്യാനാണ്, പോകാനൊരു രക്ഷയില്ല. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ വണ്ടിയെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. പിന്നെ ബ്ലോക്കെല്ലാം മാറി പതിയെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്